ഗൈസ്, ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ ആണ്. ചെറിയൊരു കുക്കിംഗ്. ചോറുണ്ടാക്കാൻ പോകുന്നു. ചോറിന് വെള്ളം വെച്ചു. രണ്ട് നമ്മുടെ പൊണ്ടാട്ടി, രണ്ട് മീൻ, മത്തി, ചൂര, നെത്തോലി ഉണ്ട്. നെത്തോലി മത്തിയുടെ അടിയിലായിപ്പോയി. കുട്ടിക്കാലത്ത് എപ്പോഴും നമ്മുടെ അമ്മമാർ വെച്ച് തരുന്ന ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാൻ പോവാണ്. ഉരുളൻകിഴങ്ങ് പീൽ ഓഫ് ചെയ്തിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ച ഉരുളൻകിഴങ്ങിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അടുത്തത് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയും ഇട്ടിട്ട് നമ്മളിനി വഴറ്റിയെടുക്കണം. ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട്, കുരുമുളക്, ചിക്കൻ മസാല, കറിവേപ്പില എല്ലാം ഇട്ട് നമ്മൾ വഴറ്റുവാണ്. നമുക്കൊരു ഉപ്പിലിട്ട നെല്ലിക്ക കഴിക്കാം. അങ്ങനെ നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ മസാലകളെല്ലാം റെഡിയായി വെച്ചേക്കാണ്. ഇനി നമ്മൾ പാനിലേക്ക് പോവാണ്. പാൻ ചൂടാകുന്നു. സെയിം ടൈം നമ്മുടെ ഫിഷ് ഫ്രൈക്കുള്ളതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്ട് നെത്തോലി, മത്തി, നാടൻ മത്തി, ചൂര, അതാണ്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇതാക്കുക. ചൂടായിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങിടാം. നമ്മൾ പാനിലേക്ക് ഇട്ടേക്കുവാണ്. ഇങ്ങനെ ഒന്ന് നിരത്തിയിടുക. ഇത് ഓൾവേസ് എൻ്റെ നൊസ്റ്റാൾജിക് മൊമെൻ്റ് ആണ്. കുട്ടിക്കാലം, സ്കൂൾ, ഇതെല്ലാം എൻ്റെ ഓർമ്മയിൽ വരുന്നത്. മീൻ മറക്കാനുള്ള മസാല റെഡി. നല്ല മത്തിയാണ്, നെമ്മീൻ മത്തിയാണ്, നെയ്മീൻ മത്തി. ഇതെല്ലാം നമ്മുടെ ഖത്തറിലെ നെത്തോലിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ നെത്തോലിയെക്കാട്ടി കുറച്ചുകൂടെ വലുതാണ്. പക്ഷെ ടേസ്റ്റ് അപാരം കേട്ടോ. ഇത് മസാല അടിപൊളിയായിട്ട് നമ്മൾ ഇട്ടേക്കുന്നത്. മത്തി അങ്ങനെ ഇട്ട് നല്ല മസാലയാണ്. നല്ല വറുത്തോണ്ടിരിക്കുക. നല്ല മണം വരുന്നുണ്ട് സുഹൃത്തുക്കൾ, നല്ല മണം. അതേമാതിരി നമ്മുടെ മോര് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുളിശ്ശേരി ഫുൾ നൊസ്റ്റാൾജിക് മൂമെൻ്റ് ആണ്. അതിൻ്റെ മത്തി വറുത്തോണ്ടിരിക്കുക. എണ്ണ കിടന്ന് മൊരിയുക കേട്ടോ. അതേ സെയിം ടൈമിൽ നമ്മുടെ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കടുക് വറക്കുന്നു. എന്നും നമ്മൾ പുറത്തുപോയി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ഇടാൻ. എന്നും നമ്മൾ ട്രാവല്, സിനിമ, ഇതുണ്ട് നമ്മുടെ ഉരുളൻകിഴങ്ങ് വെഴുക്കുവരട്ടി. ഏതാണ്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വയറ്റി കൊടുത്താൽ മതി, ഇളക്കി കൊടുക്കണം. നിങ്ങൾ ക്ഷമിക്കണം, നമ്മുടെ വാക്കുകളൊന്നും വ്ളോഗറിന് പറ്റിയ വാക്കുകളല്ല. ഇത് വ്ളോഗിങ് ആയിട്ടൊന്നും കാണണ്ട. ജസ്റ്റ് നമ്മുടെ ഒരു പാഷൻ, കുക്കിംഗ്. നമ്മുടെ മീന് ഇത് ഇതാണ്ട് നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാള അടിപൊളിയായിട്ട് കണ്ട് വറുത്ത് അതിലെ നെയ്യ് ഉരുരി വീണിട്ടാണ് ഇപ്പം വറക്കുന്നത്. പിന്നെ അതേപോലെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ മെയിൻ കുക്കിങ്ങിനകത്ത് മെയിൻ ക്ലീനിങ് ആണ്. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. ചൂര കറി ഉണ്ടാക്കാൻ പോകും. ചൂര, കേരച്ചൂര. ഇത് നമ്മുടെ ചൂര, കേരച്ചൂര കറിക്ക് ഉള്ള കേട്ടോ. നമ്മുടെ പൊണ്ടാട്ടിമാര് ഗർഭിണി ആയി കഴിഞ്ഞാൽ നമ്മൾ വേണം കുക്ക് ചെയ്യാൻ. അമ്മയില്ല, പിള്ളേരില്ല, എല്ലാവരും നാട്ടിൽ പോയി. അപ്പം അവർക്കൊരു സഹായം. നമ്മളിതിന് എക്സ്പേർട്ടൊന്നും അല്ല. പിന്നെ നമ്മുടെ ഒരു പാഷനാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. കുക്കിംഗ്, ഹോട്ടല്, അങ്ങനത്തെ പരിപാടികൾ. നമ്മുടെ പരിപാടി റെഡിയായി. ഇനി നമ്മൾ ചൂര കഴുകിയിട്ട് പോവാണ്. വലിയ നെത്തോലി കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ നെത്തോലിയായിട്ട് കമ്പയർ ചെയ്യണ്ട. ഇത് ഖത്തർ നെത്തോലിയാണ്. ഇത് വലുതാണ്. ഇത് നമ്മൾ ക്രിസ്പി ആയിട്ട് എടുക്കും. ഇതെൻ്റെ സ്പെഷ്യൽ മസാലയാണ്. നമ്മുടെ യൂട്യൂബിൽ ഒന്ന് ചോദിക്കുന്നവർക്ക് മാത്രം
കമന്റ് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ മസാല ഇങ്ങനെ എടുത്ത് ഇതിനകത്ത് മെയിൻ കറിവേപ്പിലയാണ്. കേര ചൂരക്കറി വെക്കാൻ തുടങ്ങി. എണ്ണയൊക്കെ ഒഴിച്ച് വയറ്റുമാണ്. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കടുക് ഉണ്ടാവുക, ഇതെല്ലാം വയറ്റുമ്പോൾ കളർ മാറിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സ്പെഷ്യലാണ് ചൂരക്കറി. നമ്മൾ എപ്പോഴെപ്പോഴും ഉണ്ടാക്കാറില്ല. സന്തോഷം എപ്പം തോന്നുന്നു അപ്പോൾ ഉണ്ടാക്കും. നമ്മൾ പെണമ്പുളി മൊത്തമായിട്ടാണ്, ചിലർ പിഴിഞ്ഞൊക്കെ ഒഴിക്കും. നമ്മൾ ഫുള്ളായിട്ടിട്ട് ഇത് നമ്മുടെ കൊല്ലം മരുതമ്പള്ളി സ്റ്റൈലുള്ള മീൻ കറിയാണ്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ദാണ്ട് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞിട്ട് മീനിടും. മീനും നമ്മുടെ റെഡിയാണ്. അതുകൊണ്ട് ഇതാണ് മീൻ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചേക്കുക. അങ്ങനെ എല്ലാം തിളച്ച് അതിൻ്റെ ചൂര മീൻ ഇടുവാണ് നമ്മൾ. ചൂര തലയുണ്ട് സുഹൃത്തുക്കളെ, ഗൈസ്. ആഹാ, ഇപ്പോഴേ കൊതിയാവുന്നു. ഇനി ഒന്ന് ഇളക്കി കൊടുത്താൽ സൂപ്പർ. നല്ല മണം. അതിൽ ഇത് വരുന്നില്ല, ആവി. നല്ല മണം. കൊടംപുള്ളിയുടെയൊക്കെ മണം ഉണ്ടല്ലോ. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ട്. മത്തി ഫ്രൈ, സലാഡ്, നെത്തോലി, ചോറ്, പുളിശ്ശേരി, ഉരുളൻകിഴങ്ങ് വറുത്തത്, കേരക്കറി, ചൂരക്കറി, നല്ല കൊടംപുളി ഇട്ട് വെച്ചതാണ്. ദാണ്ട് നമ്മുടെ പച്ചമോര്, ഇഞ്ചി, ഇതൊക്കെ ഇട്ട് അടിച്ചെടുത്താണ്. ഇത് കേരക്കറിയൊക്കെ ഇച്ചിരി ഒഴിക്കുക. ചൂരക്കറി സൂപ്പർ. ഇത് നമ്മുടെ നെത്തോലിയാണ്, നല്ല ക്രിസ്പി. മത്തി കുറച്ച് മുളക് പിടിക്കുക. നല്ല തണുപ്പ്, അടിപൊളിയുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്യും.